ഹേ ഓൾ, അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഉത്സവം കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ വഴിയിൽ റോഡ് ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ വണ്ടി നിർത്തി നമ്മൾ കുറച്ച് നേരം റോഡ് ഷോ ഒക്കെ കണ്ടു നിന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് അമ്പലത്തിലോട്ട് പോകും വഴിയാണ് ഉത്സവത്തിൻ്റെ മെയിൻ താരമായ നമ്മുടെ ആനക്കുട്ടനെ കണ്ടത്. ഉത്സവം കാണാൻ വന്നിട്ട് ഇവനെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills. അപ്പം ഇതാണ് മട്ടാഞ്ചേരിയിലുള്ള വലിയ അമ്പലം. ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉത്സവമായിട്ട് അമ്പലവും അമ്പല പരിസരവും ഒക്കെ നല്ലപോലെ അലങ്കരിച്ചിട്ടിട്ടുണ്ട്. അമ്പലത്തിൻ്റെ തൊട്ട് കാണുന്നതാണ് കുളമണ്ഡപം. വൺ എമംഗ് ബിഗ്ഗസ്റ്റ് ആൻഡ് നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ടെമ്പിൾ പോണ്ട് കോൾഡ് ആസ് പാപവിനാശിനി തീർത്ഥം. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് മിഡ് ലീഫ് ചാട്ട് ഷോപ്പിലേക്ക്. അവിടെ ചെറിയൊരു സീറ്റിംഗ് സ്പേസേ ഉള്ളൂ. നമ്മൾ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ചെറിയൊരു സീറ്റ് ഇട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ വേഗം പോയിട്ട് 2 പാനിപ്പൂരിക്കും 2 സമോസ ചാട്ടിനും ഓർഡർ പറഞ്ഞു. ആ സമയം കൊണ്ട് കിച്ചണിൽ കയറി പുള്ളിൻ്റെ പെർമിഷനൊക്കെ വാങ്ങി നൈസായിട്ട് അവർ മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തു. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് കൊണ്ടിട്ട് വീഡിയോ എടുക്കാൻ പുള്ളി വളരെ സപ്പോർട്ടീവായിരുന്നു. ഞാനൊരു പാനിപ്പൂരി ലവറാണ്. മന്ത്ലി ട്വൈസ് എങ്കിലും ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. പുതിന ചട്നിയും സോസൊക്കെ നിറച്ചൊഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതൊന്ന് വേറെ തന്നെ. അങ്ങനെ ചാട്ടൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോകും വഴിയും ഉത്സവ പരിപാടികൾ നല്ല തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അടുത്ത വീഡിയോയിൽ കാണാവേ. ബായ്.